10-ാം അധ്യായം 38-ാം വാക്യവും 39-ാമത്തെ വാക്യം. വായിച്ച നിധി. जीविते परमेश्वर के हाथ में पड़ना भयानक बात है, परंतु उन पिछले दिनों को स्मरण करो जिनमें तुम ज्योति पाकर दुखों के बड़े संघर्ष में स्थिर रहे. വായിച്ച വേദഭാഗം നമ്മൾ എപ്പോഴും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ ഉരുവിടുകയും ചെയ്ത നല്ലൊരു വചനമാണ് ഇന്നത്തെ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തത്. और पढ़ा हुआ वचन हम हमेशा सुनते हैं और उसको हमेशा हम पढ़ते भी हैं. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് നാം മുമ്പോട്ട് പോകുന്നവരോ പുറകോട്ട് പോകുന്നവരോ. आज के वचन का शीर्षक मैंने डाला है कि हम आगे चलने वाले हैं या हम पीछे चलने वाले हैं. നാം മുൻപോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലാണോ പുറകോട്ട് പോകുന്നവരുടെ കൂട്ടത്തിലാണോ? हम कौन है? हम पीछे चलने वालों के साथ है या आगे बढ़ने वालों के साथ है. എബ്രായ ലേഖനം 10-ാം അധ്യായം 38-39 ഇപ്പോഴും തപ്പുന്നവരുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് 10-38-39 വാക്യം. നമുക്ക് വളരെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ദൈവസഭ വചന ശുശ്രൂഷയ്ക്കായാലും ആരാധനയ്ക്കായാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. और हम परमेश्वर का धन्यवाद करता हूँ कि हमने जो हमें एक स्वतंत्रता मिली है परमेश्वर की आराधना करने के लिए, इसलिए मैं प्रभु का धन्यवाद करता हूँ. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ദൈവദാസ പാസ് പ്രസംഗിച്ച ടെസ്റ്റ് ഏത് വചനം എടുത്താ പ്രസംഗിച്ച എല്ലാവരോട് പറഞ്ഞു? पिछले संडे से जिन पास्टर ने कौन सा वचन बताया था? പ്രവൃത്തി പറ. 10 ആണോ പാസ്റ്റേ? ഇങ്ങനെയുള്ള ദൈവമക്കൾ എനിക്ക് ഉള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി ഇതിൽ നല്ലത് ഒരാളോട് ചോദിക്കുന്നതല്ല നല്ലത്. പാസ് പറ പാസ്. ഏതാ പാസ്? മാത്യു. എന്നാന്നറിയാം, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതാ ഏറ്റവും ഇഷ്ടം. കാരണം എന്നാണെന്നറിയാമോ? കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത് ഈ ആഴ്ച പ്രസംഗിച്ചാൽ ഒരു വിഷയവും ഇല്ല. പറഞ്ഞോ നിധി, പറഞ്ഞോ നിധി. കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ ദൈവമക്കളാകുന്നു. ഞാൻ ഇന്ന് ഈ വചനം എടുക്കാൻ തന്നെ കാരണം 3 പിന്മാറ്റക്കാരെയാണ് ഈ വചനത്തിൽ കൂടെ ദൈവാത്മാവ് കാണിക്കാൻ പോകുന്നത്. आज मैंने ये वचन इसलिए लिया क्योंकि इसमें परमेश्वर की आत्मा हमें 3 प्रकार के जो है पीछे जाने वालों के बारे में बताता है. ഈ വഴിയരി ഞാൻ രാവിലെ മോർണിംഗ് ഡിവോഷൻ ലീഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, വഴിയരിക വീണ വിത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത്, വഴിയരികിൽ വീണ വിത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത് നാം നല്ലതുപോലെ കേൾക്കും, ഇറങ്ങി ആ സ്റ്റെപ്പ് പോകാൻ നേരം ആരെങ്കിലും നമ്മുടെ ചെവി വന്ന് പറയും, നിങ്ങൾ അറിഞ്ഞോ പാസ് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇല്ലായിരുന്നു, ബെല്ലാരിക്ക് പോയേക്കായിരുന്നു, പുള്ളി ഇത് കാണിച്ച ശരിയാണോ? കേട്ട വചനം എന്തോ ചെയ്തു, പോയിട്ട് പിന്നെ നിങ്ങളുടെ ചിന്ത എങ്ങോട്ട് പോയി? ബെല്ലാരിയിലേക്ക് പോയി. और मैंने आज मॉर्निंग डिवोशन में भी ऐसे कहा था कि सड़क में गिरने वाला बीज किसके समान है, कि अगर मैं पिछले दिनों बेल्लारी गया था तो तुमने यहाँ पे वचन सुना और आप लोग जब बाहर जाएंगे कोई एक अलग विश्वासी आपसे कहेंगे, आपको पता है पास्टर ने वहाँ जाकर क्या किया. നമ്മുടെ വചനം കേൾക്കുന്നത് അത് ജീവിതത്തിൽ പതിഞ്ഞു കിടക്കണം. और हम जो वचन सुनते हैं वो हमारे जीवन में उसका जैसे पत्थर के ऊपर लिखते हैं उस समान होना चाहिए. കാരണം നമ്മളൊരു ഓട്ടക്കളത്തിലാണ്, ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള ഓട്ടത്തിലാണ് ഞാനും നിങ്ങളും. और हम एक दौड़ में है जो खत्म होने वाली है. എന്താണ് ഓട്ടക്കളത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്ക് തിളക്കമുള്ള ഒരു നഗരത്തിലേക്ക് നമ്മുടെ ഓട്ടം. और हम किस तरफ दौड़ रहे हैं? एक जगमगाते हुए नगर की तरफ हम दौड़ रहे हैं. 2, നമ്മുടെ ഓട്ടം അടിസ്ഥാനപരമായ ഒരു നഗരത്തെ ലക്ഷ്യമാക്കിയ നമ്മുടെ ഓട്ടം. और हमारी दौड़ एक दृढ़ वाले नगर की तरफ हम दौड़ रहे हैं. 3, നമ്മുടെ ഓട്ടം അതൊരു വലിയ പട്ടണത്തിലേക്കാണ് നമ്മുടെ ഓട്ടം. और तीसरी हमारी जो दौड़ है एक बहुत ही बड़े नगर की तरफ दौड़ रहे हैं. എബ്രായ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചങ്കൂറ്റമുള്ള വിശ്വാസികളായിരുന്നു. और इब्रानी जो विश्वासी थे वो बिल्कुल एक सामर्थ भरे हुए लोग थे. കാരണം കൈയടിക്കാനും പാടാനും ദശാംശം കൊടുക്കുവാനും ആരാധനയ്ക്ക് വരുവാനും
ഉപവസിക്കാൻ എല്ലാം വളരെ ഉത്സാഹമുള്ള ഒരു കൂട്ടം ആൾക്കാരായിരുന്നു എബ്രായ നിവാസികൾ. क्योंकि वो इब्रानियों के निवासी ऐसे थे, ताली बजाने के लिए, उपवास लेने के लिए, जो है दशांश देने के लिए, हर बात में वो आगे और धैर्यवान रहते थे. 25 വർഷമായിട്ട് ഈ സഭയിൽ ആരാധിക്കുന്നവരുണ്ട്. और 25 सालों से इस कलीसिया में आराधना करने वाले लोग भी ഒരു हैं. വർഷമായിട്ട് ഇവിടെ ആരാധിക്കുന്നവരുണ്ട്. 1 साल से आने वाले लोग भी हैं. എന്നെങ്കിലും നിങ്ങൾക്ക് ആരാധന ഒരു മടുപ്പായി ഫീൽ ചെയ്തിട്ടുണ്ടോ? आपने कभी भी आराधना को क्या एक थकावट के रूप में जाना है? ഇതുപോലെ തന്നെയായിരുന്നു എബ്രായ വിശ്വാസികൾ. കാരണം അവർക്ക് ആരാധിക്കും തോറും, ദൈവസന്നിധിയിലേക്ക് ചെല്ലും തോറും, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കും തോറും അവരുടെ ജീവിതത്തിൽ ഉത്സാഹം വർദ്ധിച്ചു വന്നു. और इसी प्रकार थे इब्रानियों के निवासी. जब भी वो आराधना में जाते थे उनका उत्साह और ज्यादा बढ़ जाता था. ഈ 2025 നമ്മുടെ സഭയ്ക്ക് വരേണ്ട മാറ്റം എന്താണെന്ന് അറിയാമോ? ആരാധനയ്ക്ക് വരുവാനുള്ള ഉത്സാഹം വർദ്ധിക്കണം. और ये 2025 में हमारे कलीसिया का क्या लक्ष्य होना चाहिए? हमें आराधनालय में आने का उत्साह बढ़ना चाहिए हमारे मन में. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുവാൻ തുടങ്ങുമ്പോൾ വലിയ ഉത്സാഹമായിരുന്നു, ദൈവമക്കൾക്കും വലിയ ഉത്സാഹമായിരുന്നു. പക്ഷേ അധ്യായങ്ങൾ മറിഞ്ഞു വന്നു, വാക്യങ്ങൾ മാറി വന്നപ്പോൾ അവർ പിന്മാറ്റത്തിലേക്ക് പോകാൻ തുടങ്ങി. और जब ये प्रेरित पौलुस ये इब्रानी निवासियों के लिए लिख रहे थे तो बड़े ही उत्साह का माहौल था, लेकिन जैसे जैसे पन्ने पलटते गए वो लोग जो है पीछे चले गए. ദൈവവചനം എന്നൊരു തലക്കെട്ടിൽ നിന്ന് വേണം നമ്മുടെ സഭ മുൻപോട്ട് പോകാൻ. और हम परमेश्वर के सानिध्य में हमारी कलीसिया आगे बढ़ना चाहिए. എല്ലാം വളരെ സെറ്റപ്പായി കഴിയുമ്പോൾ ഞാനും നിങ്ങളും അറിയാതെ ചെറിയ പിന്മാറ്റം ജീവിതത്തിലേക്ക് കടന്നു വരും. जब कलीसिया पूरे तरीके से स्थापित हो जाएगी तो हम शायद जाने अनजाने पीछे की ओर हमारे कदम चले जाएंगे. ആദ്യ എബ്രായർ പറഞ്ഞു എന്നറിയാം, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. और पहले इब्रानियों के लोग बोलते थे हम देखे हुए नहीं बल्कि विश्वास के साथ हम विश्वास करते हैं. ഇപ്പൊ എബ്രായർ പറയുന്നത് എന്താണെന്നറിയാമോ? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. और अब वो लोग कहते हैं हम हटने वाले नहीं कि नाश हो जाए, पर विश्वास करने वाले हैं कि प्राणों को बचाए. ആദ്യകാലങ്ങളൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. पहले समयों में उनके अंदर बहुत ही उत्साह भरा हुआ था. നല്ല ആരാധനയായിരുന്നു. बहुत ही अच्छी आराधना चलती. ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്നവരായിരുന്നു. परमेश्वर के राज्य के लिए बहुत ही सामर्थ्य से उपयोगी होते थे. ഞാൻ പറയുന്നത് നമ്മുടെ സഭയെ ഉദ്ദേശിച്ചല്ല, എബ്രായ സഭയെ ഉദ്ദേശിച്ച. और मैं अपनी कलीसिया के बारे में नहीं कह रहा बल्कि इब्रानियों की कलीसिया के बारे में बोल रहा हूँ. ഉപവാസത്തിനൊന്നും ഒരു കുറവുമില്ല. उपवास में कोई कमी घटी नहीं थी. ആരാധനയ്ക്കൊക്കെ സമയത്ത് വരുന്നവരായിരുന്നു എബ്രായര്. आराधना में जो है वो समय पर आते थे इब्रानी लोग. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ച് ആരംഭിച്ചപ്പോൾ ഞാനും ഉണ്ട്, 2 കുട്ടികളും ഉണ്ട്. പിന്നെ ഞാൻ ഓർത്ത കുറച്ചുകൂടെ വേണ്ടിയതായിരുന്നു, കാരണം ആരാധനയ്ക്ക് ആരെയും കാണുന്നില്ല. और आज जब मैंने जो है आराधना शुरू किया तो मैं और मेरे 2 बच्चे थे, तब मैंने सोचा और होते तो सही रहता. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. मैं जो नाइट वाली ड्यूटी वाले लोगों के लिए नहीं बोल रहा. ദയവായി ആരാധനയോട് നിങ്ങൾ മാഹാത്മ്യതയും ശ്രേഷ്ഠതയും പുലർത്തണം. इसलिए आप लोग आराधनालय जो है आए भय और भक्ति के साथ आए. അവരവർക്കറിയാം നിങ്ങൾ ഏത് സമയത്താണ് ഇതിനകത്ത് വന്ന് കയറിയെന്നുള്ളത്. और सब लोग जानते हैं आप किस समय यहाँ पे आए हैं. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അല്പം നമ്മുടെ ആരാധനയോട് നീണ്ടുപോയി കഴിയുമ്പോൾ ചെറിയ ബൈക്ക് ഓടിക്കുന്ന ശബ്ദം പലപ്പോഴും ഞാൻ ഈ സഭയ്ക്കിടയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. और कई बार जब आराधना में जो है समय बढ़ जाता है तो जैसे बाइक चलाते हैं ऐसी आवाज आती है ഒരു മൂളൽ പോലൊരു ശബ്ദം. और धीरे धीरे ऐसी कराने जैसी आवाजें आती है. എന്തോ ശബ്ദം? और क्या है शब्द? ബൈബിളിന്റെ സിബ് കയറ്റി ഇട്ടുകൊണ്ടിരിക്കുക സമയം പോകുമ്പോൾ. और बाइबल को जो है बंद कर रहे हैं, उसका जिप के समय जा रहा है. 12 ആവുമ്പോഴേ ഈ എന്നുള്ള ശബ്ദം തുടങ്ങും. और 12 बजते ही ये बाइबल बंद करने लगते हैं, आवाज आती है. എബ്രായരുടെ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ളവരുണ്ടായിരുന്നു. और इब्रानियों के समय में भी ऐसे लोग थे. ദയവായി ഇന്ന് നിങ്ങളോടുള്ള ഒരു സന്ദേശമായി ഞാൻ പറയുകയാണ്, സഭായോഗത്തിന് സമയത്ത് വരണം. और आज मैं आपसे इसलिए बोल रहा हूँ कि आप चर्च में समय से आए. എത്ര വലിയ തിരക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ജോലിയല്ലെന്നുണ്ടെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ്
ആരാധനയ്ക്ക് പോകാൻ ഒരുക്കത്തോടെ വരണം. और कितना भी क्या कहते हैं बिजी क्यों ना हो आप, लेकिन आप जो है चर्च में समय से आए. ഈ എബ്രായരുടെ ജീവിതത്തിൽ വലിയ ഉത്സാഹത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. और ये इब्रानियों के जीवन में एक उत्साह का एक काल रहा है. അവരുടെ ആരാധനയ്ക്കും കൈയടിക്കും ഒരു മാന്യത ഉണ്ടായിരുന്നു. और उनकी आराधना में उनके ताली बजाने में एक मान അവരുടെ सम्मान ഹൃദയത്തിൽ था. വരുന്ന സ്തുതി സ്തോത്രങ്ങൾക്ക് ഒരു പക്വത ഉണ്ടായിരുന്നു, ഒരു ദൈവഭയം ഉണ്ടായിരുന്നു. और उनके जो मन से स्तुति और आराधना निकलती थी उसके लिए एक जो है बहुत ही दृढ़ता से वो लोग बोलते थे. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു വന്നപ്പോൾ, കാലഭ്രമണചക്രങ്ങൾ മാറി വന്നപ്പോൾ അവർ പറയുക, നീതിമാൻ വിശ്വാസത്താ ജീവിക്കും. അടുത്ത ഇങ്ങനെ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. और लेकिन जैसे जैसे समय बीतता गया वो लोग कहते हैं कि मेरा धर्मी जन विश्वास से जीवित रहेगा और यदि वह पीछे हट जाए तो मेरा मन उनसे प्रसन्न नहीं നമ്മുടെ होगा. 2025 പകുതി മാസത്തിന്റെ അവസാന ഞായറാഴ്ച ഇന്നുകൊണ്ട് തീരുക. और हमारे 2025 का जो है संडे का जो है आधा साल यही से ही खत्म हो रहा है. മടുത്തു മാറി നിൽക്കുന്ന മടുപ്പിന്റെ ശക്തിയെ ഇന്ന് ഇവിടെ അഴിച്ചു കളഞ്ഞിട്ട് വേണം പുതിയ മാസത്തിലേക്ക് നാം പ്രവേശിക്കാൻ. और थकावट का जो एक शक्ति है उसको यहाँ से जो है दूर करते हुए आप एक नए महीने में जाए. നമ്മുടെ മടുപ്പിനെ, നമ്മുടെ അസ്വസ്ഥതയെ ഓട്ടക്കളത്തിലേക്ക് വലിച്ചു കയറ്റരുത്. और हमारे थकावट को, हमारी जो अस्वस्थता को आप जो है युद्ध के जो कुश्ती के स्थान में ना लाए. ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പറക്കുന്ന ഒരു പടക്കുതിരയെ പോലെ ഈ ദിവസങ്ങളിൽ ദൈവസഭ ഉണരണം. और लक्ष्य की तरफ दौड़ने वाले एक घोड़े के समान आप लोगों को भागना है. പരിശുദ്ധാത്മ നിയോഗത്തോടെയാണ് ഈ എബ്രായ ലേഖനം എഴുതിയത്. और परमेश्वर की आत्मा के द्वारा ये इब्रानियों की पत्री लिखी गई അതിന്റെ है. 36-ാമത്തെ വാക്യം കണ്ടു. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. और यहाँ पे 36 में इस प्रकार लिखा है, परमेश्वर की इच्छा को पूरी करके तुम प्रतिज्ञा का फल पाओ. ഇവിടെ നാം വായിച്ചു, സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. और यहाँ पे हमने पढ़ा है कि जो है प्रतिज्ञा जो है അതിന്റെ 36-ാമത്തെ വാക്യം. और यहाँ पे लिखा हुआ है परमेश्वर की इच्छा को पूरी करके तुम प्रतिज्ञा का फल पाओ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഇന്ന് സ്തോത്രം ചെയ്തേ. हालेलुया. 9 അധ്യായങ്ങളിൽ പൗലോസ് പറയാത്തൊരു കാര്യമാണ്, ഇനിയും നിങ്ങൾക്ക് ചില നാളുകൾ കൂടെ യാത്രയുണ്ട്, പക്ഷേ സഭയെ സഹിഷ്ണുതയിലേക്ക് നീ മടങ്ങി വരണം. और लेकिन 9 आयतों में पौलुस नहीं बोल रहा, लेकिन इसमें पौलुस कह रहा है कि आपको जो है धीरज धरने की आवश्यकता है. എബ്രായ സഭയിൽ 3 പിന്മാറ്റങ്ങളാണ് തല ഉയർത്തി നിന്നത്. और इब्रानियों की कलीसिया में 3 पीछे हटने वाली बातों ने सर को खड़ा किया. നമുക്കറിയാം, പിന്മാറ്റങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നതിന്, വചനം കയറ്റുന്നതിന് മുന്നമേ പ്രാക്ടിക്കലായി ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ കാലം മുതൽ ഈ സമയം വരെ വന്നത് ദൈവത്തിന്റെ കരുണയൊന്നു മാത്രമാണെന്ന് ഇതിനകത്തിരിക്കുന്നവർ തിരിച്ചറിഞ്ഞോണം. और पीछे हटने की बातों को सोचने से पहले हमें सोचना चाहिए कि कलीसिया में हम यहाँ पे जो बैठे हैं वो परमेश्वर की कृपा है. പ്രാർത്ഥനയുടെ മറുപടിയാ ഈ മുൻപിലിരിക്കുന്ന നമ്മുടെ തലമുറകൾ, പിൻപിലിരിക്കുന്ന മാതാപിതാക്കൾ എല്ലാം തന്നെ. और प्रार्थना का जवाब है ये आगे बैठने वाले हमारे बच्चे और पीछे बैठने वाले हमारे माता पिता. നമ്മൾ ഓട്ടക്കളത്തിലാണെന്ന് പറയുന്നെങ്കിലും നാം അറിയാതെ ഓട്ടക്കളത്തിനു വെളിയിൽ ഇറങ്ങി നിന്ന് ഓടുന്നവരെ പഴി പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പിന്മാറ്റം മാറിക്കൊണ്ടിരിക്കുക. और जो है हम लोग दौड़ने वाली भूमि में भी है, लेकिन जो बाहर की ओर दौड़ते हैं उन लोगों को हम जो है उनके बारे में हम बुरा भला बोलते हैं. ഇന്നലകളിലെ ആരാധന എവിടെ നഷ്ടപ്പെട്ടു? पिछली आराधना आपकी कहाँ नष्ट हो गई है? ഇന്നലകളിലെ ദൈവകൃപ നിന്നിൽ നിന്ന് എവിടെ നഷ്ടപ്പെട്ടു? पिछले दिनों में जो परमेश्वर की कृपा आपके जीवन में थी वो कहाँ पे नष्ट हो गई है? ഇന്നലകളിൽ നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു വിടുതലേറ്റെടുത്ത കാലങ്ങൾ എവിടെ നഷ്ടപ്പെട്ടു? पिछले दिनों जो आप अकेले बैठ के परमेश्वर की आराधना करते थे वो कृपा कहाँ नष्ट हो गई है? ഓട്ടക്കളത്തിൽ നിന്നും ഞാനും നിങ്ങളും അറിയാതെ നമ്മളെ ഓട്ടക്കളത്തിൽ നിന്ന് പുറത്തെടുത്തു മാറ്റിയ ഒരു പിന്മാറ്റം. और जो है दौड़ने के मैदान से आपको हटाने वाली एक आत्मा. ഓടുന്നവരെ എങ്ങനെ അവന് ഓടി തീർക്കുന്നെന്ന് കാണണം, എന്നവന്റെ പ്രസംഗം ഒന്ന് കാണണം, അവന്റെ ആരാധന ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഓട്ടക്കളത്തിൽ നിന്നും വെളിയിലിറങ്ങി നിൽക്കുന്ന ഒരു പിന്മാറ്റം.
और ऐसे आप लोग बोलते हैं कि आमेन। देखते हैं उस वो कैसे प्रचार करता है, वो कैसे आराधना करता है, ऐसे आप बिना दौड़े पीछे हटे हुए दौड़ के मैदान से दूर खड़े हुए आप देखते हैं। ഓടുന്നവന്റെ കുറവുകൾ നോക്കി നിന്നുകൊണ്ട് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഓട്ടക്കളത്തിന് വെളിയിൽ നിന്ന് നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം പിന്മാറ്റത്തിന്റെ തലമുറകൾ. और ऐसे शबरर कुछ बरर लोग सियादा। जो दौड़ने आमेन। वाले की कमी घटी को कॉन्वेक्स लेंस से देखते हुए उसकी कमी घटी को बिना दौड़े वो लोग जो है वहाँ बाहर खड़े होके परामर्श करते हैं। ഒരുമിച്ച് ഓടാൻ ഇറങ്ങിയതാ, एक साथ दौड़ने के लिए वो लोग निकले थे, ഒരുമിച്ച് ആരാധിച്ചു തുടങ്ങിയതാ, एक साथ उन्होंने आराधना करना शुरू ഒരുമിച്ച് किया നാം ഡ്രം था, അടിച്ച് കൈയടിച്ച് തുടങ്ങിയതാ. एक साथ ताली बजा के उन्होंने आराधना किया था। എന്നാൽ ഓടാൻ അങ്ങോട്ട് തുടങ്ങിയപ്പോഴത്തേനും ഓട്ടക്കളത്തിൽ നിന്നും അറിയാതെ പുറത്തേക്ക് ഇറങ്ങി. लेकिन जब वो दौड़ने लगे तो वो जाने अनजाने जो है पीछे हट गए എന്നിട്ട് കിട്ടാവുന്നതിലും ഏറ്റവും വിലയുള്ള ലെൻസ് വെച്ച് ഓടുന്നവനെ നോക്കുക. और जो है सबसे महंगे लेंस में से दौड़ने वाले को देख रहे हैं। ഇത് നമ്മുടെ പിന്മാറ്റ ജീവിതത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്നതാ. और ये हमारे पीछे जीवन की ओर खींच के ले जाते हैं। ചില പിന്മാറ്റക്കാരെ നാം തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഓട്ടക്കളത്തിൽ നിന്നും വെളിയിലിറങ്ങി നിൽക്കുന്നവരെ കണ്ടാൽ നമുക്കറിയാം. कई पीछे जो है हटने वाले लोगों को कैसे हम देखते हैं, वो दौड़ के मैदान से अलग खड़े हो जाते हैं। ഓട്ടക്കളത്തിൽ നിന്നും വെളിയിലിറങ്ങി നിൽക്കുന്നവരെ കണ്ടാൽ നമുക്കറിയാം. और जो ये दौड़ने के मैदान से बाहर हो जाते हैं उनको देखकर हम जान लेते हैं। ഇന്നലെ ആരുടെയോ നമ്മുടെ സഭയിലുള്ള ആരുടെയോ ഒരു സ്റ്റാറ്റസ് എനിക്ക് ശ്രദ്ധിക്കുവാനിടയായിരുന്നു, വാട്സപ്പ് സ്റ്റാറ്റസ്. और कल हमारी कलीसिया के किसी एक व्यक्ति का स्टेटस मैंने देखा है। നന്നായി പടം വരയ്ക്കുന്ന ഒരു കലാകാരൻ, अच्छे से चित्र बनाने वाला एक चित्रकार നല്ലൊരു ചിത്രം വരച്ചു. एक अच्छा चित्र उसने बनाया എന്നിട്ട് ഒരുപാട് പേര് നടന്നു പോകുന്ന ഒരു തെരുവീതിയിൽ കൊണ്ടത് വെച്ചു. और जहाँ से बहुत लोग जाते थे वहां पे उसने उसको लगाया। എന്നിട്ട് അതിനടിയിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഈ പടത്തിൽ കാണുന്ന കുറവുകൾ നിങ്ങൾ റെഡ് ഇങ്ക് വെച്ച് വട്ടം വരയ്ക്കണം. और उसमें इस प्रकार लिखा हुआ था, इस चित्र में अगर आप कोई कमी घटी देखते हैं तो एक रेड पेन से आप उसे सर्कल कर दीजिए। ഇദ്ദേഹം പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ, ആ ഇമേജിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം പിടഞ്ഞു. കാരണം എല്ലാ മേഖലയും ചുമന്ന മഷി കൊണ്ട് വരച്ചിട്ടിരിക്കുന്നു. लेकिन अगले दिन जब वो आके उसने उस चित्र को देखा तो उसका हृदय टूट गया। उसने देखा हर जगह जो है रेड निशान लगा हुआ था। ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രകാരന്റെ ഹൃദയം കിടന്ന് പിടയുവാൻ തുടങ്ങി. ഞാൻ വരച്ച ചിത്രത്തിന് മുഴുവൻ പോരായ്മയാണല്ലോ. और जो दुनिया का सबसे बड़ा चित्रकार, उसका हृदय ऐसे फड़फड़ाने लगा। वो सोचने लगा कि मेरे जो मैंने बनाया उसमें कितनी कमी घटी है। ഇദ്ദേഹം വളരെ വിഷമത്തോടെ ഇമേജ് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്ന് അമ്മ ഇത് കാണിച്ചു, അമ്മ ഇത് കണ്ടോ, എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഇന്ന് കൊണ്ട് ഞാൻ എൻ്റെ ചിത്രരചന ഇവിടെ നിർത്തുകയെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ക്യാൻവാസ് താഴെ വെച്ചു. और उसने वो चित्र को उठाकर वो अपने घर अपनी माता के सामने लाया और माता से कहा, देखो माता कितनी गलतियां निकाली, आज से मैं कोई चित्र नहीं बनाऊंगा करके उसने പറഞ്ഞ वहां മാതാവ് മകനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ നീ ഇത് ഈ ക്യാൻവാസ് നീ താഴെ വെക്കരുത്, നിനക്കുള്ള കഴിവ് നീ വീണ്ടും തെളിയിക്കണം, നീ മറ്റൊരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. और उसकी माता ने इस प्रकार कहा कि बेटा इसको नीचे कैनवास को नहीं रखना, बल्कि तू एक और चित्र बनाना, तेरे अंदर जो खूबी है उसको लोगों को दिखाना। അതുപോലെ തന്നെ ഒരു ചിത്രം വരച്ചടി മകൻ അതേ തെരുവിൽ കൊണ്ടുവന്ന ചിത്രം വീണ്ടും വെച്ചു. और उसी चित्र के समान एक और चित्र बना के उसने उसी सड़क पे वहां लगाया। എന്നിട്ട് അദ്ദേഹം അതിന്റെ താഴെ ഇങ്ങനെ എഴുതി, ഇതിലെ തെറ്റുകൾ മനസ്സിലാക്കി അത് നിങ്ങൾ തിരുത്തി വെക്കുക. और उसने उस प्रकार लिखा कि इसके अंदर जो कमी घटी है उसको आप सुधारें। അദ്ദേഹം പിറ്റേ ദിവസം പോയി നിന്നപ്പോൾ ആ ചിത്രത്തിൽ ഒരു വരയില്ല. और अगले दिन वो गया तो उस चित्र में किसी ने कुछ नहीं किया। ആശയം പിടികിട്ടിയോ? इससे आपको समझ में आया कुछ കുറ്റം പറയാനും കുറവ് കാണുവാനും വരച്ചിടുവാനും ഒരുപാട് പേര് നിനക്ക് കാണും. कि बहुत कमी घटी बताने के लिए, आपके अंदर निकालने के लिए कमी घटियां बहुत सारे लोग होंगे। എന്നാൽ നിന്റെ കുറവുകളെ തിരുത്താനോ അല്ലെങ്കിൽ അത് തെറ്റ് ശരിയാണെന്ന് പറയാനോ ലോകം കാണത്തില്ല. लेकिन आपकी कमी घटियों को दूर करने के लिए, लेकिन आपका जो है गलती ठीक है करने के लिए कोई नहीं होगा। ഇന്ന് പകൽ കർത്താവ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരുമിച്ച് ഓടാൻ ഇറങ്ങിയാൽ ഫിനിഷിംഗ് പോയിന്റ് വരെ നമുക്ക് ഒരുമിച്ച് ഓടാം. और आज परमेश्वर हमसे और आपसे चाहता है कि अगर हम एक साथ भागने के लिए खड़े हुए हैं तो फिनिशिंग पॉइंट तक एक साथ पहुंचे। ഈ ലേഖന കർത്താവായ പൗലോസ് പറയും, ഞാൻ ആ
പാപികളിൽ ഒന്നാമനാ. और इन लेखों को देखते हुए पौलुस इस प्रकार कहता है कि उन पापियों में मैं पहला हूँ. എൻ്റെ ഉത്സാഹം വരെ കുറയാൻ തുടങ്ങി. मेरा भी उत्साह कम होने लगा. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഈ പ്രസംഗിക്കുന്ന എൻ്റെ ഉത്സാഹവും കുറയാൻ തുടങ്ങി. और एक प्रचारक के तौर पे मेरा भी उत्साह कम होने लगा. ഇവിടെ നിൽക്കുമ്പോഴുള്ള ഈ പവറേ ഉള്ളൂ. ഇതിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഞാനും അറിയാതെ പിന്മാറ്റത്തിലേക്ക് പോകുന്ന അവസ്ഥ. और यहाँ पे जब मैं खड़ा होता हूँ उसी समय ये सामर्थ्य है, लेकिन यहाँ से निकलने के टाइम मैं भी अनजाने में पीछे हट ഒരു जाता हूँ. പ്രാർത്ഥനയ്ക്ക് മറുപടി വേണമെങ്കിൽ നാം നേരത്തെ ആരാധനയിൽ വന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. और एक प्रार्थना का उत्तर हमें चाहिए तो हम जल्दी से आराधनालय में आते थे. ऐसा एक समय हमारे जीवन में था. ഓടി ഓടി കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ട അനേക ദൈവദാസന്മാർ ക്ഷീണിച്ച് ഈ ദിവസങ്ങളിൽ പുറകോട്ട് മാറിയ ഒരു കാലഘട്ടങ്ങളിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. और दौड़ते दौड़ते परमेश्वर के लिए बहुत कार्य करते हुए परमेश्वर के कई दास पीछे हट गए. ऐसे समय में हम रहते हैं. ഞാനും നിങ്ങളും അറിയാതെ ഏതെങ്കിലും മേഖലകളിൽ പുറകോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ആരാധന കഴിയുമ്പോൾ നീ മടങ്ങിയ ട്രാക്കിനകത്ത് കയറിക്കണം. और अगर ആമേൻ. हम लोग जाने अनजाने में हालेलुया. कहीं से पीछे हट गए तो आज ये आराधना खत्म होने के बाद उस ट्रैक में आप दोबारा आ जाए. ഈ എബ്രായ ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച 3 പിന്മാറ്റങ്ങൾ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട്. और ये इब्रानी निवासियों के जो है 3 उन्होंने पीछे हटने वाली अवस्थाएं हमारे जीवन में भी आई है. അവരുടെ ഒന്നാമത്തെ പിന്മാറ്റത്തിലേക്ക് നമുക്ക് പോകാം. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. उनकी पहली जो है पीछे की तरफ हम देखेंगे, उसका दूसरी आयत उसका पहला. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടത്. വായിച്ച എബ്രായ ലേഖനം 2-ന്റെ 1. വായിച്ചേ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി. ഒന്ന്, ദൈവസഭയിലെ ദൈവമക്കളുടെ ഒന്നാമത്തെ പിന്മാറ്റം കേട്ടത് ശ്രദ്ധയോടെ കരുതുവാൻ കഴിയുന്നില്ല. और पहली जो है परमेश्वर के कलीसिया के पीछे हटने की अवस्था है कि जिन बातों को वो सुनते हैं उन पे मन नहीं लगाते. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ വരുമ്പോൾ നിങ്ങളുടെ ബൈബിളിനകത്ത് ഒരു പേപ്പർ കഷ്ണം വെച്ച് ഒരു പേനയും കൊണ്ടുവന്നാൽ എന്തോ നഷ്ടമുണ്ട് നിങ്ങൾക്ക്? और मैं ये पूछना चाहता हूँ, जब आप आते हैं तो इसमें एक पेपर और पेन लेके आ जाए तो आपको क्या नष्ट होगा? നാളെ ഒരു ലേഡീസ് മീറ്റിങ്ങിനോ നാളെ ഒരു ബ്രദേഴ്സ് മീറ്റിങ്ങിനോ ഏതെങ്കിലും മേഖലയിൽ നാട്ടിൽ ചെല്ലുമ്പോഴോ ഒന്ന് പ്രബോധിപ്പിക്കാനൊക്കെ അവസരം കിട്ടിയാൽ ഒന്ന് റെഫർ ചെയ്യാൻ നമ്മുടെ ദൈവസഭയിൽ കേട്ട വചനങ്ങളൊക്കെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ ഒരു വചനവും ഒരു ദൂതും നിങ്ങൾക്ക് ദൈവം പ്രകാശിപ്പിക്കത്തില്ലേ? और कल आप एक जो है बाहर कहीं जाएंगे तो अगर आप इसको लिख के रखेंगे तो आपको अगर कोई वचन बोलने के लिए बोलेगा तो आप सुना सकते हैं. അതോ ഇവിടെ ദൈവദാസൻ പ്രസംഗിക്കുന്നത് എഴുതാനോ കുത്താനോ ഒന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? या तो आप ऐसे सोच रहे हो कि परमेश्वर का दास जो प्रचार कर रहा है उसको लिखने की जरूरत नहीं है. നമ്മൾ നേഴ്സിംഗ് ക്ലാസ്സുകൾ പോയി ഇരിക്കുമ്പോൾ എഴുതിയില്ലെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരു നോട്ട് പാഡും കാണും, ഒരു പേനയും കാണും. എഴുതിയില്ലെങ്കിലും हम नर्सिंग क्लासेस में जाते हैं, अगर हमने लिखा भी नहीं होता तब भी एक कॉपी पेन हमेशा हमारे सामने होता है. ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവർ ആദ്യം തന്നെ ഒരു നോട്ട് പാഡും തരും, ഒരു പെൻസിലും തരും. ഒരു എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്ത് എൻ്റർ ചെയ്യണമെങ്കിൽ ഈ സാധനം വേണം. और अगर हम किसी पास्टर्स कॉन्फ्रेंस में जाते हैं तो वो सबसे पहले एक नोट पैड और एक पेन दे देते हैं ताकि अंदर जाने के समय ये हमारे हाथ में होना चाहिए. ഇതിനകത്തിരിക്കുന്നവരുടെ ഒന്നാമത്തെ പിന്മാറ്റം എല്ലാം തികഞ്ഞെന്നുള്ള പിന്മാറ്റം ആദ്യം എടുത്തു മാറ്റണം. और यहाँ पे बैठे हुए सब लोगों का सबसे पहला पीछे हटने का कारण है कि सब कुछ पूरा हो गया है मेरे जीवन में, ये बात को हटाना है. എബ്രായ സഭയിൽ അവര് പോലും അറിയാതെ അവരുടെ സാന്നിധ്യത്തിലേക്ക് ഇടിച്ചു കയറിയ പിന്മാറ്റമാണ്. കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല. और जो है उनकी इब्रानियों की कलीसिया में उनका सबसे मुख्य कारण ये है कि वो सोचते थे कि सब कुछ पूरा हो गया है, इसलिए वो लोग सुनने वाली बातों पे मन नहीं लगाते थे. കഴിഞ്ഞ രാത്രി വചനം വായിച്ചപ്പോൾ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചത് ഒന്ന് എഴുതി വെച്ചെങ്കിൽ എന്ത് നഷ്ടമുണ്ട് ദൈവമക്കളെ और നിങ്ങൾക്ക്? पिछले रात में जो परमेश्वर की आत्मा ने आपको बताया है उसको अगर आप लिख लेंगे तो उसमें क्या नष्ट हो जाएगा? ഓർത്തു നോക്കണം, ഒരു ചെടി ഒരു വിത്ത് അതുകൊണ്ട് നട്ട് കഴിയുമ്പോൾ അത് പതുക്കെ പതുക്കെ പൊട്ടി വിടർന്ന് അത് വിത്ത്
അകത്തായിരുന്ന അനുഭവങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അത് നല്ല ഫലം കായ്ക്കുന്നത്. और आप सोच के देखिए, जब हम किसी बीज को बोते हैं तो वो बीज फट के जब धीरे 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 पौधा बन जाता है तो वो कितना ही मनोहर हो जाता है. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരു കളപ്പൂര നിറച്ചും വിത്ത് കിടക്കുകയാ. ഇന്നും അത് പൊട്ടിക്കിളിർക്കാതെ കളപ്പൂരയിൽ ഇങ്ങനെ കൂട്ടിയിട്ടതുപോലെ വിത്ത് കിടക്കുന്നു. എന്നാൽ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ, ഈ ആരാധന കഴിയുമ്പോൾ, ഈ പ്രസംഗം കഴിയുമ്പോൾ നീ മൂടി വെച്ച വിത്ത് പൊട്ടി വെളിയിൽ വരുന്ന മാനസാന്തരത്തിലേക്ക് ദൈവമക്കൾ മടങ്ങി വരണം. और आज हमारे इतने सारे बीज हमारे अंदर है, लेकिन जो है झाड़ियों की वजह से वो आ नहीं पा रहे. लेकिन आज आप इस प्रचार को सुनकर आपके अंदर का बीज जो है टूटकर बाहर पौधा बनना आवश्यक है. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടെ നിങ്ങളിലേക്ക് വാരിയെറിയുന്ന ഈ വിത്തുണ്ടല്ലോ, അത് ഹല്ലേലൂയ നിങ്ങളും നിങ്ങളുടെ തലമുറയിലും നിങ്ങളുടെ കുടുംബത്തിലും ഭർത്താവിലും ഭാര്യയിലും അത് റിസൾട്ട് ഉണ്ടാകണം. അതാ മാനസാന്തരത്തിന്റെ ഫലം. और ये जो आज मैं वचन के तौर पे जो बीज मैं बिखेर रहा हूँ, ये बीज आपके अंदर, आपके बच्चों के अंदर, आपके पति के अंदर जो है फल लाना है. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളൊക്കെ പിന്മാറ്റക്കാരാണോ? और अब क्या मैं पूछूं कि हम सब लोग पीछे ഈ मुड़कर जाने वाले लोग हैं പട്ടികയിൽപ്പെട്ട പാപം ചെയ്യുന്നത് മാത്രമല്ല പിന്മാറ്റം. और सिर्फ जो है पाप करना ही नहीं है, पीछे की ओर जाना. എബ്രായരുടെ സഭയിൽ ആദ്യം ഇടിച്ചു കയറിയ പിന്മാറ്റം എന്നറിയാമോ? അവർക്ക് കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ കരുതാൻ പറ്റുന്നില്ല. और इब्रानियों के कलीसिया में भी उनका पहला जो है पीछे जाने का कारण यही था, वो जो सुनते थे उसको मन लगाकर नहीं सुनते थे. ഇന്ന് പകൽ ഓടുന്നവരുടെ ഓട്ടത്തിനൊരു പ്രയോജനം ഉണ്ടാകണം. आज दौड़ने वालों के जीवन में एक जो है बदलाव होना चाहिए. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണേ. हालेलुया. ആരും ഇന്ന് പകൽ ക്ഷീണിച്ചു പോകരുത്. कोई भी आज के दिन ना थके. നമ്മുടെ ഓട്ടത്തിനൊരു പ്രയോജനം ഉണ്ടാകണം. हमारे दौड़ के लिए एक जो है नेटम होना चाहिए. വിശ്വാസിയാണെങ്കിൽ വിശ്വാസിയുടെ ഫലം കഴിച്ച് ജീവിക്കാം. और विश्वासी है तो विश्वासी के तौर पे हम जीवन बिताए. എബ്രായർക്കും ഇങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ വചനം സംഗ്രഹിക്കാൻ പറ്റാതെ അവർ പിന്മാറ്റത്തിലേക്ക് പോകാൻ തുടങ്ങി. ഉറങ്ങിപ്പോയോ? വചനം കേട്ടിട്ട് അവർക്ക് ഉള്ളിൽ സംഗ്രഹിക്കാൻ കഴിയാതെ അവർ പിന്മാറ്റത്തിലേക്ക് വഴുതി വീണു. और इब्रानियों भी ऐसे थे, वो वचन को सुनते थे और सुनकर जो है मन से नहीं बोलते थे. ഇന്ന് പകൽക്കാലം ഓർത്തോണം, നിങ്ങളുടെ എല്ലാ ആത്മീക വിഷയങ്ങൾക്കും ഭൗതിക നന്മകൾക്കും പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. കിടക്കുന്ന വിത്ത് ഈ ദിവസങ്ങളിൽ പൊട്ടി വെളിയിൽ വരണം. और आपकी आत्मिक बातों के लिए, शारीरिक बातों के लिए एक ही आशय ये है कि आपके अंदर जो बीज है वो जो है टूट कर बाहर निकलना चाहिए. ഇന്നലകളിൽ നഷ്ടപ്പെട്ട ദൈവകൃപയെന്ന ഓട്ടക്കളത്തിലേക്ക് നീ ഓടിക്കയറണം. और पिछले दिनों जो आपने छोड़ा है उस स्थान में आपको दोबारा दौड़ना है. സഭയിൽ ഉപവാസം വെക്കുമ്പോൾ മാത്രമല്ല ഓട്ടക്കളത്തിൽ ഓടിക്കയറേണ്ടത്. और कलीसिया में उपवास के समय ही ना सिर्फ जो है भागना है. പുറത്തുനിന്നൊരു ദൈവദാസൻ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ മാത്രമല്ല ഓട്ടക്കളത്തിലേക്ക് ഓടിക്കയറേണ്ടത്. बाहर से परमेश्वर का दास आएगा तभी भागने के लिए नहीं आना നിങ്ങളുടെ है. സകല മേഖലകളിലും നിങ്ങളുടെ യാത്രയിലും പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവകൃപയിലും എല്ലാം നാം ഒരു ഓട്ടക്കളത്തിലാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. आपके जीवन के हर क्षेत्र में, प्रार्थना में, हर जगह जो है आप एक दौड़ की मैदान में दौड़ रहे, ये आपको याद रखना है. നമ്മൾ പോലും അറിയാതെ നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ ഈ പിന്മാറ്റം. और हम भी नहीं जानते और हमारे जीवन में ये पीछे हट के जाने की अवस्थाएं आ जाती है. എന്തായിരുന്നു എബ്രായ സഭയുടെ ഒന്നാമത്തെ പിന്മാറ്റം? എന്തായിരുന്നു ഒന്നാമത്തെ പിന്മാറ്റം? കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതാൻ അവർക്ക് പറ്റുന്നില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റാത്ത അവസ്ഥ. और उनका पहले का यही अवस्था है कि वो सुनकर भी जो है मन से उसको बातों को ग्रहण नहीं करते. വചനം പ്രസംഗിക്കുമ്പോൾ നന്നായി തലയാട്ടുന്നുണ്ട്, പക്ഷെ എന്തില്ല, ശ്രദ്ധയോടെ കേൾക്കാൻ പറ്റുന്നില്ല. और वचन सुनने के समय अच्छे से सर को हिला रहे हैं, लेकिन मन से उसको अपना नहीं पा रहे. നന്നായി ആരാധന വെളിപ്പെടുമ്പോൾ പെടലി വെട്ടിക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്നറിയാമോ, അത് ജീവിതത്തിലേക്ക് പ്രാവർത്തിക പദത്തിലേക്ക് എത്തുന്നില്ല. और आराधना के समय बहुत ही गर्दन हिलाते हैं, लेकिन वो जीवन में वो उस बात को नहीं अपनाते. വചനം മറന്നു പോകുന്ന അവസ്ഥ ഒരു പിന്മാറ്റമാകട്ടോ. और वचन को भूलना
एक पीछे हटने की अवस्था है। അത് എബ്രായ സഭയിൽ ഉണ്ടായിരുന്നു, നമ്മുടെ സഭയിൽ ഉണ്ടോ എന്ന് അവരവർ പരിശോധിച്ചോണം. और वो इब्रानियों की कलीसिया में थी, हमारे कलीसिया में है, ये इस बात को हम जांचे। എത്രയോ ദൈവദാസന്മാർ, എനിക്ക് തോന്നുന്നു ഒരുപാട്, ഏത് ഗസ്റ്റ് ദൈവദാസന്മാർ വന്ന് നാട്ടിൽ നിന്നൊക്കെ വന്ന് വിളിച്ചാലും അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചാലും ഏത് സമയം നമ്മളോട് അവസരങ്ങൾ കൊടുക്കാറുണ്ട്. വന്ന ദൈവദാസന്മാരിൽ കൂടെ കേട്ട വചനം എവിടെയെങ്കിലും നിങ്ങളൊന്ന് കുറിച്ചിട്ടുണ്ടോ? और हम हमेशा जब भी कोई गांव से आता है या कोई भी आता है, सबको हम गेस्ट तौर पे या बुलाते हैं, लेकिन क्या आपने कभी उनके वचनों को जो है अपने कलम से लिखा है? ഒന്നാമത്തെ എബ്രായരുടെ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ കേട്ട വചനം ഒന്ന് മുറുകെ പിടിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. കാരണം വചനത്തെക്കാൾ അവർ മറ്റെന്തിനോ വില കൊടുക്കുക. और पहली उनके अंदर कमी यही है पीछे हटने की, कि वो जो वचन सुन रहे हैं उसको मन से ग्रहण नहीं कर पा रहे हैं। വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. फ्राइडे यहाँ प्रार्थना होता है, വീട്ടിൽ ചുമ്മാ ഇരുന്നാലും പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. और फ्राइडे घर में ऐसे भी बैठते तब भी प्रार्थना में नहीं നീ आते। പിന്മാറ്റത്തിലാ. और ये जो है पीछे की अवस्था में അതിന് है, യാതൊരു സംശയമില്ല. और इसमें कोई संकोच नहीं है। ജോലി കിട്ടാനും കടം വീട്ടാനും രോഗം മാറാനും മാത്രമല്ല പ്രാർത്ഥന. ആരാധനാലയത്തിൽ ഉപവാസ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിന് വന്ന് പങ്കെടുത്തോണം. और सिर्फ नौकरी मिलने के लिए या उपवास करने के लिए प्रार्थना नहीं है, बल्कि प्रार्थना अगर यहाँ पे है तो इसमें भी आना है। ആരാധന 9 മണിക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നെങ്കിൽ 9 മണിക്ക് തന്നെ ആരാധനാലയത്തിൽ വരുവാൻ ശ്രമിക്കുക. और कलीसिया में अगर 9 बजे प्रार्थना शुरू हो रहा है तो कोशिश करें 9 बजे यहाँ उपस्थित होने का। എന്നിട്ട് കേൾക്കുന്ന വചനം ജീവിതത്തിൽ സൂക്ഷിപ്പാൻ വേണ്ടി ദൈവമക്കൾ ശ്രമിക്കുക. और जो आप वचन सुन रहे हैं उसको जीवन में ग्रहण करने की कोशिश परमेश्वर के लोग करें। നമുക്കറിയാം, കാട് കത്തി ഒഴുകിയിറങ്ങുന്ന ഒരു തീ പോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭയ്ക്കകത്ത് ദൈവവചനത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം. और हमारे जीवन में भी आमीन। कलीसिया में जैसे जंगल में आग लगती है उस प्रकार हमारे कलीसिया में भी होना चाहिए। മാനസാന്തരത്തിന്റെ വിത്ത് നമ്മളിൽ ഉണ്ടാകട്ടെ. और मन फिराने का एक बीज हमारे अंदर होना चाहिए। ആരാധനയുടെ വിത്ത് നമ്മളിൽ ഉണ്ടാകട്ടെ. आराधने का बीज हमारे अंदर होना പ്രാർത്ഥന चाहिए। എന്ന വിത്ത് നമ്മളിൽ പൊട്ടിമുളയ്ക്കട്ടെ. प्रार्थना का बीज हमारे अंदर से टूटकर നമ്മുടെ ട്രാക്ക് ഒന്ന് നേരെയാകട്ടെ. हमारा जो है एक ट्रैक बिल्कुल सीधा हो जाए। നമ്മളൊരു ഓട്ടക്കളത്തിലാ. हम दौड़ने के मैदान में है। മകനേതാം ദൈവസഭയിൽ ഒറ്റ കുടുംബങ്ങൾ ക്ഷീണിച്ചു പോകരുത്. और महीनेदान जो कलीसिया में एक भी जो परिवार है वो थक ना जाए। നിന്റെ ഇന്നലകളിലേക്കൊന്ന് മടങ്ങി വാ. आपके कल की अवस्थाओं में आप मन फिराएं। ഇന്നലത്തെ പ്രാർത്ഥനാ ജീവിതത്തിലേക്കൊന്ന് മടങ്ങി വാ. और पिछले दिनों जैसे आप विश्वासी थे उस प्रकार हो जाए। അറിയാതെ ഈ ഓട്ടക്കളത്തിൽ നീ പുറത്തു ചാടി പോയിട്ടുണ്ടെങ്കിൽ, और जाने अनजाने में अगर आप मैदान की भूमि से निकल गए ഈ हैं സഭായോഗം കഴിയുമ്പോൾ നീ ഓട്ടക്കളത്തിൽ എങ്ങനെങ്കിലും ചാടി കയറിക്കോണം. और ये जो है आराधना के आमीन। बाद आप दौड़ की मैदान में दोबारा से आ जाए। ഈ ഓട്ടക്കളത്തിന് പുറത്ത് ശത്രു കാത്തു നിൽപ്പുണ്ട്. ये दौड़ने के मैदान के बाहर जो है शत्रु आपका इंतजार कर रहा है। നിന്റെ കുടുംബത്തെ തീർത്തുകളെ, നിന്റെ തലമുറയെ ദൃഷ്ടി വെച്ച് ഓട്ടക്കളത്തിന്റെ പുറകിൽ ശത്രുവുണ്ട്. और आपके परिवार आमीन। को खत्म करने के लिए, आपकी पीढ़ियों को खत्म करने के लिए शत्रु बाहर इंतजार कर रहा है। ഒന്നാമത്തെ പിന്മാറ്റത്തിന് ദൈവമക്കൾ കരകയറിക്കണം. और पहले के जो पीछे हटने की अवस्था से आप मैदान में आ जाए। ഒന്ന് കേൾക്കുന്ന വചനം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടണം. पहली बात जो आप सुनते हैं उसको ध्यान से सुने। അത് വിത്ത് പോലെ അവിടെ കിടന്ന് കിളിർക്കണം. और वो बीज के समान वहाँ पे जो है उत्पन्न होना है। ഓർത്ത് നോക്കണം, ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് ഫലം കഴിക്കാൻ വേണ്ടി. और परमेश्वर ने हमें इसलिए लगाया है ताकि हम फल लाए। അഭിഷേകം പുതുക്കണം. और अभिषेक को हमें नया അന്യഭാഷ करना है। അടയാളത്തിലേക്ക് ദൈവസഭ മടങ്ങി വരണം. और अन्य भाषा की अवस्थाओं में परमेश्वर की कलीसिया वापस आ जाए। വരുന്ന മാസം ഇവിടെ 7 ദിവസം ഉപവാസ പ്രാർത്ഥനയുണ്ട്. സഭ ഒന്നാമത്തെ മാനസാന്തരം, ഒന്നാമത്തെ പിന്മാറ്റത്തിൽ നിന്നും കരകയറിക്കണം. और पहले आने वाले दिनों में उपवास की प्रार्थना रखी है। पहले बातों से मन को हटाकर वो किनारे में आ जाए। ഇവിടെ നിന്നൊന്ന് പ്രസംഗിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന അല്ല, പ്രസംഗ കുറിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല വചനധ്യാനം. और यहाँ पे जो आमीन। है सिर्फ प्रचार करने के लिए नहीं बल्कि मन लगाने के लिए। നമുക്ക് നമ്മുടെ ട്രാക്ക് ലെവലാക്കാം.
और हमें अपना जो है लक्ष्य को जो है सीधा करना है। ഞാനും നിങ്ങളും അറിയാതെ ഇന്ന് പകൽക്കാലം ആ ട്രാക്കിൽ നിന്ന് ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ, और आज हम जाने अनजाने में अगर उस लक्ष्य से बाहर है तो എൻ്റെ രോഗവും എൻ്റെ ദുഃഖം എൻ്റെ പ്രയാസങ്ങളൊക്കെ ഞാൻ അറിയാതെ ആ ട്രാക്കിൽ തന്നെ പുറത്തേക്ക് ഇറക്കി കളഞ്ഞു. और मेरा दुख मेरी बीमारी शायद उस लक्ष्य में से हमें जो है बाहर निकाल देती ഞാൻ है। ഒരുപാട് ദർശനത്തോടെയാണ് ജോലി കളഞ്ഞും കഷ്ടപ്പെട്ടും രാജിവെച്ചും അല്ലെങ്കിൽ ജോലിയോടുകൂടെ എല്ലാം കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. और जो है मैं बहुत ही जॉब को हटाकर और बहुत ही कष्ट अनुभव करके परमेश्वर के लिए खड़ा हूँ। എന്നാൽ എൻ്റെ ജീവിതത്തിലെ പലവിധമാകുന്ന പ്രശ്നങ്ങൾ എന്നെ ഈ ട്രാക്കിൽ നിന്നും അറിയാതെ പുറത്തിറക്കുന്നു. लेकिन मेरे जीवन की कई परेशानियां मुझे इस लक्ष्य में से जाने अनजाने निकाल देती ഇന്ന് है। പകൽക്ക് എത്ര പേർക്ക് മടങ്ങി വരാൻ കഴിയും? കർത്താവേ, എനിക്കൊരു മാനസാന്തരം ആവശ്യമാണ്. और आज कितने लोग जो है वापस लौटकर आ सकते हैं और बोल सकते हैं कि प्रभु मेरे लिए एक मन फिरावट आवश्यक है। ഒന്നാമത് എനിക്ക് മാനസാന്തരപ്പെടണം. എന്താണെന്നറിയാമോ? കേട്ട വചനം ശ്രദ്ധയോടെ കരുതാൻ ഒരു മാനസാന്തരം. और पहला मन फिराव यही होना चाहिए हमारे जीवन में, जो हमने सुना है उस पर हमें मन लगाना चाहिए। എബ്രായ സഭ അലമുറയിട്ട് കരയുകയാ, കർത്താവേ, ഇന്നലകളിൽ ഞങ്ങൾക്ക് അത് ഉണ്ടായിരുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നെങ്കിലും അറിയാതെ ഇവരിലേക്ക് പിന്മാറ്റം നുഴഞ്ഞു കയറി. और वो लोग बहुत ही इब्रानियों की कलीसिया रो रही है कि पिछले दिनों में हम विश्वास के द्वारा हर एक बात को प्राप्त कर लेते थे। എല്ലാ ഞായറാഴ്ചയും വരുന്നു, പ്രസംഗം കേൾക്കുന്നു, കൈയടിക്കുന്നു, കൊള്ളാമെന്ന് പറഞ്ഞു പോകുന്നു. പക്ഷേ വരുന്ന ആഴ്ച വരുമ്പോൾ ഒന്നും അറിയാത്ത അവസ്ഥയിൽ ഇവിടെ ഇരുന്നാൽ നീ ഒരു പിന്മാറ്റമാണെന്നുള്ളത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ പോഡിയത്തിന് മുൻപിൽ നിന്ന് വിളിച്ചറിയിക്കുകയാണ്. लेकिन हर संडे आप लोग यहाँ आते हैं, प्रचार सुनते हैं, लेकिन अगले संडे जब आते हैं और आप भूल जाते हैं तो परमेश्वर की आत्मा बताती है आप जो है पीछे हटे एक अवस्था के समान है। അഗ്നിമയമുള്ളൊരു കർത്താവിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കും. और एक अग्नि ज्वाला के समान आंखों वाले परमेश्वर के संगति में है मैं और आप। നമ്മൾ ഈ പൈശാചിക ശക്തിയൊക്കെ ഇളകി മറിയുന്നതിനിടയിലേക്കൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ പറയത്തില്ലേ, ഇങ്ങോട്ട് അടുക്കരുത്, നിങ്ങൾ തീയാ തീയാ, ഇങ്ങോട്ട് അടുക്കരുത് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അല്ലെ കണ്ടിട്ടില്ലേ? और जब शैतानी ताकत जब बाहर निकलती है तो हमने कई बार सुना है, शैतान कहता है मेरे पास मत आओ क्योंकि आप लोग एक आग हो। ഇന്ന് പകൽക്കാലം ഓർത്തോണം, ഞാനും നിങ്ങളും അറിയുന്നില്ലെങ്കിലും ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന ഒരു വലിയ വലയത്തിനുള്ളിലാണ്. और आप और मैं इस बात को जान ले कि हम जानते भी नहीं है, लेकिन परमेश्वर ने एक जाल में हमें बचा के रखा हुआ है। ആരെങ്കിലും ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിച്ചതുപോലെ നെഗറ്റീവായിട്ട് നിന്നെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടെങ്കിൽ, और अगर आज कोई भी जो है मैंने जो बताया है उसको अगर एक नकारात्मक നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് നിന്നെ ആത്മീയത്തിൽ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ, अगर मैंने निराशा वाली बातों को बताया और आपको आत्मिक तौर पे पीछे की तरफ खींच रहा हो तो അവരോട് തിരിച്ചു പറയാനുള്ള കഴിവാണ് വചനത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത്. और उनको दोबारा से जो है बताने के लिए जो है वचन आपको सहायक करेगा। കാരണം യേശുവിന്റെ അരികിലേക്ക് വന്ന പിശാചിന്റെ കയ്യിൽ ബൈബിൾ വെച്ചോണ്ടാ യേശുവിനോട് സുവിശേഷം പറയാൻ വേണ്ടി പിശാച് വന്നത്. क्योंकि यीशु मसीह के पास जो शैतान आया था वो भी वचन से उसने यीशु को बताया പക്ഷെ था। കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? വചനം വെച്ച് തന്നെ പിശാചിനെ വെട്ടി. लेकिन परमेश्वर ने वचन को वचन के तौर पे जो है शैतान को काट दिया। ഇന്ന് പകൽ നിരുത്സാഹപ്പെടുത്തി നിന്റെ ആത്മീക ജീവിതത്തെ പുറകോട്ട് മാറ്റി പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഓട്ടത്തിന് നടുവിലായിരിക്കും ദൈവപൈതലേ, നീ വചനത്തിൽ വെട്ടണമെങ്കിൽ വചനത്തെ നീ ശ്രദ്ധയോടെ കരുതണം. और परमेश्वर के दासों अगर आपको कोई पीछे की तरफ खींचता है और वचन से आपको बताता है तो आपको भी वचन से उस बात को काट देना है। ഇന്ന് പകൽക്കാലം കേട്ട വചനം, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഏതെങ്കിലും ഒരു വചനം കേട്ടോ, രോഗം വിടുവിച്ചോ, അല്ലെങ്കിൽ ക്രൂസൈഡുകൾ കൺവെൻഷനുകളിലൊക്കെ അല്ലേ ദൈവം നിങ്ങളെ വിടുവിച്ചുകൊണ്ട് വന്നത്? और आज सुबह के समय जब हम अपनी बीमारियों को और आपकी अवस्थाओं को बहुत कन्वेंशन के द्वारा या ऐसी अवस्थाओं से आपको यहाँ लेके आए। ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ലയോ, ഓട്ടക്കളത്തിലോടുന്നോർ അനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ലയോ, ഭാരം പാപം
തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി പിൻപിലുള്ളതൊക്കെയും മറന്നു പോയിടാം. മുൻപിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. പിൻപിലുള്ളതൊക്കെയും മറന്നു പോയിടാം. മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി. നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ ശത്രുവിന് പറ്റത്തില്ലെന്ന് ഉറപ്പിക്കണം. और हमारे दौड़ का जो है गति को नीचे करने के लिए शत्रु नहीं कर सकता. നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ നിന്റെ അടുത്തിരിക്കുന്ന വിശ്വാസിയെ കൊണ്ട് പറ്റത്തില്ലെന്ന് ഉറക്കണം. और आपके जो है दौड़ की गति को कम करने के लिए आपके साथ बैठे हुए विश्वासी भी ऐसा नहीं कर सकते. നമുക്കറിയാം യോസഫിനോട് ചോദിച്ചാൽ യോസഫിന് പറയാൻ ഒരുപാട് കാര്യമുണ്ട്. ശ്രദ്ധിച്ചാട്ടെ. और हम जानते हैं अगर यूसुफ से हम कुछ पूछेंगे उसको बताने के लिए बहुत कुछ होगा. യോസഫ് ഒത്തിരി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിന്നൊരു മനുഷ്യനാണ്. और यूसुफ जो है परमेश्वर की संगति में बहुत ही प्रार्थना के साथ रहा है. യോസഫിനോട് തന്റെ കൂടപ്പിറപ്പുകൾ ചെയ്തത് എന്താണെന്ന് യോസഫിന് നന്നായിട്ട് അറിയാം. ശ്രദ്ധിച്ചോണം. और यूसुफ जानता है उसके जो है भाइयों ने उसके साथ क्या किया था. യോസഫിനെ പൊട്ടക്കണത്തിലേക്ക് ഇട്ടപ്പോളായി നിരങ്ങിപ്പോയതിന്റെ ഇന്ന് പാട് മാറാതെ പുറത്ത് ഇന്നും കിടപ്പുണ്ട്. और यूसुफ को जब टूटे हुए कुएं में डाला गया था तो उसके निशान आज भी उसकी पीठ पे है. യോസഫിന്റെ കൂടെ നിന്നവർ യോസഫിന്റെ നിന്ന് മേടിച്ചു നിന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചിട്ട് യോസഫിനെ പരിഹസിച്ചവർ കൂടെയുണ്ട്. और यूसुफ के हाथों में से भोजन लेकर और उसके मजाक बनाया हुआ आज भी उसके साथ है. യോസഫ് പറയാം, വില്ലോളികൾ ഉയർന്നു നിന്നാലും അതിന്റെ മുകളിൽ പടർന്നു പന്തരിച്ചു കിടക്കുന്ന ഒരു ദൈവകൃപ എന്റെ അകത്ത് കിടക്കുന്നത്. और वो यूसुफ इस प्रकार कहते हैं कि शत्रु चाहे कितना भी ऊंचा क्यों ना हो जाए लेकिन उससे भी बड़ी परमेश्वर की कृपा मेरे നമ്മൾ ഈ ഒന്നാമത്തെ പിന്മാറ്റത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും. और वो पहले जो है हटने की अवस्था में खड़े हुए हैं. കേട്ട വചനം ശ്രദ്ധയോടെ കരുതണം. और जो वचन आपने सुना है उसको ध्यान पूर्वक सुने. നമുക്കറിയാം ഈ പടർന്നു കിടക്കുന്ന വളർന്നു പന്തലിച്ച് കിടക്കുന്ന യോസഫിന്റെ ദർശനത്തിന്റെ മുകളിൽ ഒരിക്കലും വളരുകയില്ല, നീ ഉയരുകയില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന വള്ളികളും പള്ളങ്ങളും അതുപോലെയുള്ള പൊത്തിപ്പേറിന്റെ ഭവനവുമെല്ലാം യോസഫിനെതിരായി നിൽക്കുകയാണ്. और जब यूसुफ के अंदर परमेश्वर की आत्मा थी तो उसको ना बढ़ने के लिए ऐसे बहुत डालियां वगैरह जैसे पोतीपर के भवन वगैरह उसके ऊपर हावी थे. പക്ഷെ യോസഫിന് നിരുത്സാഹപ്പെട്ട് അറിയാതെ യോസഫ് പിന്മാറ്റത്തിലേക്ക് പോകാൻ തുടങ്ങി. लेकिन जो है यूसुफ को जो है वो जाने अनजाने वो पीछे की ओर चला गया. നമ്മുടെ ജീവിതത്തിലും ഞാൻ ചോദിക്കും, ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ ചില വേദനപ്പെടുന്ന അനുഭവങ്ങളും നിരാശപ്പെടുന്ന അനുഭവങ്ങളൊക്കെ വരുമ്പോൾ അറിയാതെ ട്രാക്ക് മാറുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകാറില്ലേ? और हमारे जीवन में भी ऐसे है कि जब कोई निराशा हमारे जीवन में आ जाती है तो हम भी जो अपने लक्ष्य से भटक जाते हैं. രണ്ടാമത്തെ പിന്മാറ്റത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പിന്മാറ്റം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. और दूसरा पीछे हटने की अवस्था 5:11. രണ്ട് ദൈവസഭയ്ക്കകത്ത് കയറിക്കൂടിയ പിന്മാറ്റമാണ്. പറയുവാൻ ഒരുപാടുണ്ടെങ്കിലും കേൾപ്പാൻ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. और दूसरा पीछे हटने की बात ये है कि हमें कहने के लिए बहुत कहानियां हैं जिनका समझना कठिन है. അതിന് 11-ാമത്തെ വാക്യം ഇങ്ങനെയല്ല വായിച്ചു, ഒരു പ്രാവശ്യം കൂടെ വായിച്ചേ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ കുറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കണ്ടോ, പിടികിട്ടിയോ? എബ്രായ സഭയിൽ കയറിയ രണ്ടാമത്തെ പിന്മാറ്റം എന്നാണെന്നറിയാമോ? വല്ലതും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവരെന്നാ മാന്യമുള്ളവരാകയാൽ അത് തെളിയിച്ചു കൊടുക്കാൻ ഒരു വിഷമമായി വന്നിരിക്കുകയില്ല.
और इसमें लिखा है, इसके विषय में हमें बहुत सी बातें कहनी है जिसका समझना भी कठिन है, इसलिए तुम ऊंचा सुनने लगे हो. യേശുക്രിസ്തു മഹാപുരോഹിതനാണെന്നും വരാൻ പോകുന്ന മിശിഹയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവരെന്നാണെന്നറിയാമോ? അവർ മാന്യതയുള്ളവരായി മാറി. അവരോട് പറഞ്ഞു കൊടുക്കാൻ ക്ഷമയുടെ നെല്ലിപ്പലക ഇളകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് എബ്രായ സഭയിൽ കയറിക്കൂടിയ രണ്ടാമത്തെ പിന്മാറ്റം. और उनकी दूसरी अवस्था पीछे हटने की ये थी कि वे विश्वास से इसलिए भटक गए थे क्योंकि उन्हें समझाने के लिए जो है कठिन हो रहा था और वो ऊंचा सुनने लगे थे. ആദ്യം ഒന്നും ഒരു കുഴപ്പവുമില്ല, പറഞ്ഞാൽ അതുപോലെ വചനം അവർ ഏറ്റെടുക്കുമായിരുന്നു. पहले कुछ ऐसी अवस्था नहीं थी, पहले जैसे ही बोलते थे वो लोग वचन को ग्रहण कर लेते थे. ആദ്യമൊന്നും ഒരു പ്രശ്നവുമില്ല, വചനം പറഞ്ഞാൽ അതിന് അവിടുന്ന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? സഭയ്ക്കകത്ത് മാന്യത കയറി. और पहले ऐसा था, जब वचन सुनते थे वो तुरंत उसको ग्रहण कर लेते थे, लेकिन अब कलीसिया में जो है वो लोग उस तरह नहीं समझते. ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട സമയമായി. പക്ഷെ ഇപ്പോഴും എന്തുവാ? പാല് കുടിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ സഭ തിരിച്ചു പോവുക. उनका जो कलीसिया का समय ऐसे हो गया था कि वो प्रचारक के तौर पे खड़े हो सकते थे, उपदेशक के तौर पे, लेकिन आज भी दूध पीने वाले बच्चे के समान है. ഇപ്പോഴും മുട്ടുമേക്കടന്ന് ഇഴയുന്ന അവസ്ഥയിലേക്ക് സഭ പിന്മാറ്റത്തിലേക്ക് മടങ്ങിപ്പോയി. और अभी भी घुटनों से चलने वाले की अवस्था में कलीसिया हो गई है. കട്ടിയുള്ളത് കഴിച്ചാലേ നല്ലത് വല്ലതും ദഹിക്കത്തുള്ള ശരീരത്ത് കിടന്ന്. और जो है अगर जो है भोजन को खाएंगे तभी तो उनके शरीर अच्छा होगा. വെട്ടിമുറിക്കേണ്ടതിനെ വെട്ടിമുറിക്കണം, മാറ്റി നിർത്തേണ്ടതിനെ മാറ്റി നിർത്തണം, അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കണം. അതാ കട്ടിയുള്ള ആഹാരം എന്ന് പറയുന്നത്. और छाटने के समान छाटना है, काटने के लिए काटना है, ऐसे ही होता है भोजन. ഓർത്തു നോക്കണം, 2025 7 മാസത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ അല്പം കൂടെ ആത്മീക പക്വതയിലേക്ക് ദൈവമക്കൾ കയറണം. और 2025 में 7वें महीने में हम जब प्रवेश करते हैं और थोड़े दृढ़ता के साथ हम प्रवेश करें. നിത്യതയിലേക്കുള്ള വഴി തെളിയിച്ചു തരുന്ന ആത്മീക പക്വതയിലേക്ക് ദൈവമക്കൾ ട്രാക്കിലേക്ക് മടങ്ങി വാ. और जो है आमेन. अनंत जीवन के लिए जो हमें मार्ग दर्शाती है, उस आत्मिक परिपक्वता में हम लोग आ जाए. കഴിഞ്ഞ കാലങ്ങളിൽ ആരാധനയും ശുശ്രൂഷയും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും ആ ലെവലിലേക്ക്, ആ ട്രാക്കിലേക്ക് നീ മടങ്ങിക്കയറ്. पिछले दिनों के आराधना में, विश्वास में आप दोबारा उस लक्ष्य में आ जाए. ദൈവമക്കളുടെ പിടിവാശിയല്ല ഒന്ന് മാറ്റിക്കേ. और परमेश्वर के लोगों का जिद जो है वो दूर करना है. और दूसरा, जो पीछे हटने की अवस्था को परमेश्वर की कलीसिया जान ले. പറഞ്ഞു കൊടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടെങ്കിലും അവര് മാന്യതയുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു കൊടുക്കാൻ വളരെ കഷ്ടപ്പാടായി വന്നിരിക്കുകയാണ്. और बताने के लिए बहुत सारी हालेलुया. बातें हैं, लेकिन वो लोग समझते नहीं है, ऊंचा सुनते हैं. അറിവിൽ ശിശുക്കളാകരുത് കേട്ടോ. और आप लोग शिशु के समान ना हो जाए സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. और समय का सही उपयोग करें. हमारे परमेश्वर का आगमन നീ निकट है. ട്രാക്കിലേക്ക് മടങ്ങി കയറണം. आप लक्ष्य की तरफ दोबारा आ जाए. लक्ष्य से अगर आप बाहर निकल गए हैं तो ട്രാക്കിലേക്ക് മടങ്ങി കയറ്. लक्ष्य में दोबारा आ जाए. സഭയുടെ പിന്മാറ്റം എടുത്തു മാറ്റ്. और कलीसिया में से നമ്മുടെ पीछे സഭ വളരണം, हमारी कलीसिया बढ़ जाए, ആരാധന വളരണം, हमारी आराधना बढ़ जाए, വചനം കത്തണം, वचन जल കുടുംബം जाए വിടുവിക്കപ്പെടണം. और परिवार छुड़ाए जाए. സഭര ഹർവച്ചന ഇന്ന് പകൽക്കാലം ദൈവസഭ തിരിച്ചറിയണം. കർത്താവേ, ഞാൻ എവിടെ നിന്നാണ് ട്രാക്ക് തെറ്റി പോയിരിക്കുന്നത്? और आज सुबह के समय ऋषालो हत्यारे। कि हम किस लक्ष्य से भटक गए हैं. സഭായോഗത്തെ ഉദാസീനതയോടെ വിചാരിക്കരുത്. और परमेश्वर के कलीसिया को उदासीनता से ना ले. 9 മണിക്ക് വന്നിട്ട് 11:30 പോകുന്നതല്ല സഭായോഗം. और 9 बजे आके 11:30 बजे नहीं जाना है. സഭായോഗത്തിന് വന്നിട്ട് തമ്പാരടിച്ച് പൊട്ടിക്കുന്നതല്ല ആരാധന. और कलीसिया में आके सिर्फ ताली बजाना नहीं है. ഇന്ന് പകൽക്കാലം നീ ആത്മീക ട്രാക്കിലേക്ക് മടങ്ങി വാ. और आज सुबह के समय आप आत्मिक लक्ष्य की तरफ आ जाए. രണ്ടാമത്തെ പിന്മാറ്റം ദൈവസഭയിൽ നിന്ന് മാറട്ടെ. और दूसरा, जो पीछे हटने की अवस्था परमेश्वर की भवन से हट जाए. വചനം തെളിയിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാം മാന്യതയുള്ളവരായിരിക്കുന്നത് കൊണ്ട്
തെളിയിക്കുവാൻ കിടന്ന് കഷ്ടപ്പെടുക. और वचन को जो है बताना जरूरी था, लेकिन कोई उसे समझते नहीं है, ऊंचा सुनते हैं वो लोग. ആദ്യകാലങ്ങളിൽ എബ്രായ സഭയിൽ എന്തൊരു ബഹളമായിരുന്നെന്ന് അറിയോ? और पहले दिनों में इब्रानियों की कलीसिया में कितना जो है एक चिल्लाती. എല്ലാ മേഖലയിലും അവർ ഒരുമിച്ച് ആരാധിക്കുന്നു, ഒരുമിച്ച് കഴിക്കുന്നു, ഒരുമിച്ച് കുടിക്കുന്നു, ഒരുമിച്ച് വിശ്രമിക്കുന്നു. ഭയങ്കര ആത്മീക സന്തോഷമായിരുന്നു. പക്ഷേ ഇന്ന് പൗലോസ് ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയുക, ഈ ദൈവമക്കൾക്ക് എന്നാ മാന്യത പിടിച്ചു പോയോ? और पहले दिनों में इब्रानियों की कलीसिया शाराला, एक साथ हस्तारा, आराधना जगलखना। करते थे, खाते पीते थे, इन्न पगल- लेकिन अभी पौलुस कहता है वो पीछे हट गए हैं. ഇന്ന് പകൽ ചില കുടുംബങ്ങളോട് ദൈവാത്മ വളരെ ശക്തമായി ഇടപെടുന്നു. और आज कुछ परिवारों से परमेश्वर की आत्मा बड़े ही सामर्थ्य से बताता है. നിന്റെ രണ്ടാമത്തെ പിന്മാറ്റം എന്നാന്ന് തിരിച്ചറിഞ്ഞോണം. और आपका दूसरा पीछे हटने की अवस्था क्या है उसे भली भांति समझ ले. സഭായോഗത്തെ അലക്ഷ്യമായി എടുക്കരുത്. और परमेश्वर के जो है आराधना को आप ऐसे ना तुच्छ ना समझे. ആരാധനാലയം ദൈവത്തിന്റെ ആലയമാണ്. और कलीसिया परमेश्वर का घर है. ഇതിനകത്ത് വിഗ്രഹങ്ങളോ വിഗ്രഹമൂർത്തികളോ സേവകളോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വഹിക്കുകയാണ്. और इसके अंदर मूर्ति वगैरह नहीं है, लेकिन हमारे हृदय में परमेश्वर की आत्मा है. ഇന്ന് പകൽ പിന്മാറ്റം കൊണ്ടിരുന്ന കലഹത്തിന്റെ ആത്മാവിനെ ഈ 6-ാം മാസത്തിന്റെ അവസാന ഞായറാഴ്ച നമുക്ക് വെട്ടി പുറത്താക്കണം. और आज हमारे जीवन में विश्वास से भटकने वाली अवस्थाओं को दूर करे. ഇതാണ് ഞാൻ ആദ്യം ഈ മെസ്സേജിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ, നമ്മുടെ സഭ മുൻപോട്ടാണോ പുറകോട്ടാണോ? इसलिए मैंने सुबह ही आपसे बोला कि हमारी सभा आगे है या पीछे है. നിങ്ങളുടെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി അടുത്തു വന്നിരുന്ന നിന്റെ കയ്യടി കുറയുന്നുണ്ടോ എന്ന് പരിശോധിച്ചോണം. और अगर आप जिसे पसंद नहीं करते वो व्यक्ति अगर आपके पास में है तो आपका ताली क्या कम हो रहा है. ആ എബ്രായ സഭയിൽ അങ്ങനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അടുത്തു വന്നിരിക്കുന്നവൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടേ ആരാധന വെളിപ്പെടുത്തുള്ളായിരുന്നു. और इब्रानियों की कलीसिया में ऐसा नहीं था, लेकिन कुछ समयों बाद जो पास में कौन बैठा हुआ है उसको जानकर ही वो लोग आराधना ഇന്ന് പകൽ करते थे. കയ്പിന്റെ കാട്ടത്തിയുടെ വേര് പിഴുതെറിയണം. और आज सुबह के समय जो कड़वाहट पैदा करने वाली ऐसी लताओं को तोड़ നിന്റെ दे. ആത്മീക ജീവിതത്തെ നിരുത്സാഹപ്പെടുത്തി നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെലുത്തി തരുന്ന പിന്മാറ്റം പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്തുനിന്ന് വെട്ടിമാറ്റട്ടെ. और आपके जो है आत्मिक अवस्थाओं को पीछे की तरफ खींचने वाली शक्तियों को परमेश्वर की आत्मा काट डाले. യോസഫ് പറയാ, 13 വർഷമല്ല, 17 വർഷമല്ല, 20 വർഷമല്ല, ഞാൻ കഷ്ടത ഒരുപാട് അനുഭവിച്ചവൻ. और यूसुफ ने कहा 13 वर्ष नहीं, 17 वर्ष नहीं, मैंने बहुत कष्टता अनुभव എന്റെ किया है. കയ്യിൽ ഈ ചങ്ങലകൾ കണ്ട പൊത്തിപ്പേറിന്റെ വീട്ടിൽ കിടന്നപ്പോൾ കയ്യിൽ ചങ്ങലയൊക്കെ ഇട്ടതിന്റെ പാടായി കാണുന്നത്. और यूसुफ कहता है जब मैं पोतीफर के भवन में था तो वहां से मुझे ये जंजीरें मेरे हाथ में पहना दी गई थी, उसके निशान है यहाँ. മിസ്രൈമിലെ വ്യാപാരികളെ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറിയപ്പോൾ നെഞ്ചിലെ തൊലികൾ ഇളകിപ്പോയതിന്റെ പാടവന്റെ നെഞ്ചത്ത് കിടക്കുക. യോസഫ് അതിലേക്ക് നോക്കുമ്പോൾ പറയുക, എന്റെ കൂടപ്പറപ്പുകൾ എന്നോട് ചെയ്ത രീതിയായത്. और मिस्र के जो व्यापारी लोगों ने जब उसको टूटे हुए कुएं से वहां निकाला तो उसके जो निशान थे उसके सीने पे आज भी बने हुए हैं. ഇന്ന് പകൽക്കാലം ഓർത്തോണം, നിന്റെ സകല കഷ്ടതയും സകല വേദനയെയും മറക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതായി മാറണം മാനസാന്തരം. और आज सुबह के समय आप सोच ले, आपके हर एक दर्द को सिखाने का जो है वो परमेश्वर ने दिया है, उसी को ही बोलते हैं मन फिरावट. ഓർത്തോണം, അപ്പന്റെ നിന്ന മാറ്റുന്ന തലമുറകൾ നമ്മുടെ ദൈവസഭയിൽ നിന്ന് പുറത്തു വരണം. और आप सोच के देखें, परमेश्वर जो अपने पिता की निंदा को हटाने वाले पीढ़ी हमारे कलीसिया में से खड़े हो जाए. രൂബേൻ ഈ യോസഫിന്റെ വസ്ത്രമൊക്കെ അങ്ങോട്ട് അഴിച്ചെടുത്ത് പൊട്ടക്കിണറ്റിലേക്ക് ഇറക്കിയപ്പോൾ രൂബേൻ ചിന്തിച്ചു, ഈ പൊട്ടക്കിണറ്റിൽ നിന്നും ഇനി ഒരിക്കലും ഇവൻ പുറത്തു വരത്തില്ലെന്ന് രൂബേൻ ആദ്യം ഓർത്തു. और रूबेन ने जब सोचा कि रूबेन ने जो है यूसुफ के अच्छे वस्त्रों को उतार कर उसे कुएं में धकेल दिया, उसने सोचा होगा आज के बाद ये यूसुफ यहाँ से खड़ा नहीं होगा. ഞാൻ ഈ പൊട്ടക്കിണറ്റിൽ നിന്നും ഇനിയും പുറത്തു വരത്തില്ലെന്ന് മുകളിൽ നിൽക്കുന്ന രൂബേൻ ഓർത്തു. പക്ഷേ ഇന്ന് യോസഫ് ഇരിക്കുന്ന എവിടാന്നറിയാമോ? രാജസിംഹാസനത്തിന്റെ മന്ത്രി കസേരയിൽ ദൈവം അവനെ കൊണ്ടിരുത്തി.
और जो है रूबेन ने जब उसे कुएं में धकेला, उसने सोचा वो नहीं निकलेगा, लेकिन यूसुफ आज राज मंत्री के तौर पे वहां पे बैठा हुआ है। ലേവി ആ പൊട്ടക്കളത്തിലേക്ക് യോസഫിനെ വലിച്ചെറിഞ്ഞപ്പോൾ ലേവി പറയുകയാ, നിന്റെ സ്വപ്നങ്ങൾ എന്നേക്കുമായി പൊട്ടക്കളത്തിൽ മൂടിപ്പോകും. പക്ഷേ ഇന്നവൻ നോക്കിക്കോ, സ്വപ്നത്തെ പൂർത്തീകരിച്ച് മിസ്രൈമിലെ മന്ത്രി കസേരയിലുണ്ട്. और लेवी जब उसे उस कुएं में धकेल रहा था, उसने कहा तेरे सपने भी इस कुएं में जो है धकेल दिए गए हैं, लेकिन उस सपने का पूर्तिकरण है कि वो यूसुफ वहां पे राज्य में मंत्री बनकर बैठा। സെബൂലൂൻ അവന്റെ വസ്ത്രങ്ങൾ അഴിച്ചെടുത്തപ്പോൾ സെബൂലൂൻ പറയുകയാ, ഇനി നീ നല്ല വസ്ത്രമിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് പരിഹസിച്ചു. പക്ഷേ ഇന്ന് യോസഫ് ഇട്ടിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, രാജാവിന്റെ വസ്ത്രമാ യോസഫ് ധരിച്ചിരിക്കുന്നത്. ज़बूरन ने जब उसको वहां धकेला, उसने उसके वस्त्र उतारे, उसने सोचा होगा ये वस्त्र हमने निकाल लिए, लेकिन आज यूसुफ ने जो है राजघराने के वस्त्र पहने हैं। എന്നേക്കുമായി അവന്റെ പേര് പൊട്ടക്കിണത്തിനകത്ത് മൂടിപ്പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് മിസ്രൈമിൽ യോസഫ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെ ഒരുത്തനില്ല. और हमेशा के लिए उसका नाम उस कुएं, टूटे हुए कुएं में समा जाएगा, ये सोचा, लेकिन आज मिस्र में यूसुफ जो एक बात बोल दे उसके खिलाफ कोई नहीं खड़ा हो നമുക്ക് सकता। മടങ്ങി വരുന്ന ദിവസങ്ങളായി മാറണം. हमें लौट आने के दिन हो जाने हैं। ഇന്നലകളിൽ നിന്റെ കഷ്ടതകൾ, ഇന്നലകളിൽ നിന്റെ വേദനകൾ, ഇന്നലകളിൽ നിന്റെ നന്മകൾ, ഇന്നലകളിൽ നിന്റെ സന്തോഷങ്ങളും മടക്കി തരുന്ന ഒരു ദൈവത്തെയാ ഇന്ന് പകൽ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. और पिछले दिनों में जो आपकी अवस्थाओं को और हर चीजों को बदलने वाले परमेश्वर की हम स्तुति करते हैं। ഓടി വന്ന യോസഫിന്റെ കയ്യിൽ നിന്ന് ഇസ്സഖാർ ആ പൊതിക്കഷ്ണം വാങ്ങിയിട്ട് പറയുക, ഇനിയും നീ നല്ല ആഹാരം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം. और जो है दौड़कर आकर इसहार ने जो है उससे खाने की वस्तुएं ले ली और बोला कि आप अच्छा भोजन तुम खा पाओगे, ये मुझे देखना है। ഇസഹാറിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് യോസഫ് ധാന്യപ്പുരയുടെ താക്കോൽ ആട്ടിക്കാണിച്ചിട്ട് പറയും, കുഞ്ഞേ അന്ന് നീ എൻ്റെ ആഹാരം വലിച്ചു പറിച്ചല്ലോ, ഇന്ന് ധാന്യം അളന്നു കൊടുക്കുന്നവനാക്കി ദൈവം എന്നെ തീർത്തു. और इसहार को जो है चाबी दिखाते हुए यूसुफ कहता है, उस दिन तुमने मेरा भोजन छीन लिया था, लेकिन आज एक एक को भोजन मैं नाप नाप के देता हूँ। നമുക്കറിയാം, നമ്മുടെ അപ്പന്മാരോടൊക്കെ നമ്മുടെ ബന്ധുമിത്രാദികൾ ചെയ്തതൊന്നും നമ്മൾ അങ്ങനെ മറക്കാറില്ല. और हम लोग हमेशा बोलते हैं हमारे पापा मम्मी लोगों से जो हमारे रिश्तेदारों ने किया हम कभी नहीं भूलते। ഞങ്ങളുടെ പല ഭവനങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒറ്റപ്പെടുത്തുമായിരുന്നു. ഒരു മദ്യപാനിയുടെ മോനാ, മക്കളാ, അവനെ ഇവിടെ കയറ്റണ്ട, അല്ലെങ്കിൽ അവൻ്റെ അപ്പം വെള്ളം അടിച്ചിട്ട് ഇവിടെ വന്ന് ബഹളം വെക്കുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂട്ടുകാരും അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. और हमारे सगे संबंधी भी ऐसे बोलते थे, इसका पिता शराबी है, इसको यहाँ भवन में मत लाओ, इसके पापा यहाँ झगड़ा करेंगे, ऐसे हमें भी अलग खड़ा करते थे। ऐसे हमारे रिश्तेदार और दोस्त ചില സമയങ്ങൾ അതൊക്കെ ഉള്ളിൽ ഇങ്ങനെ കടന്നു വരാറുണ്ട്. और कई बार हमारे मन में वो आ जाता ഇവിടെ है। ഇരിക്കുന്ന നിങ്ങളും മറക്കാറില്ല, നിങ്ങളുടെ കൂട്ടുകാരോ അപ്പൻ്റെ വീട്ടുകാരോ അമ്മ വീട്ടുകാരോ നിങ്ങളോട് ചെയ്തതൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മറന്നു പോകത്തില്ല. और आप लोग भी यहाँ बैठे हैं, आपके पिता के घराने ने, आपकी माता के घराने ने जो आपको साथ किया आप भी नहीं भूलते। എന്നാൽ യോസഫിന്റെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ പറഞ്ഞു കുത്തിത്തിരിപ്പിച്ച് അവരെ കലഹത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് പ്രാർത്ഥനാ മനുഷ്യനായ അപ്പൻ അറിയാവുന്നത് കൊണ്ട് യോസഫിന്റെ മകൻ അവൻ മനശ്ശെ എന്ന് പേരിട്ടു. और उसके जो है लोग उसके बच्चों को ये बताकर अलग ना कर दे, इसलिए यूसुफ जो प्रार्थना करने वाला व्यक्ति था उसने अपने बच्चे का नाम मनशे रखा। മനശ്ശെ എന്ന വാക്കിനർത്ഥം എല്ലാം മറക്കുക. और मनशे का नाम का अर्थ है सारी बातों को भुला दे। മനശ്ശെ എന്നൊരു വിളി വിളിക്കുമ്പോഴേ അവൻ ഇന്നലകളിൽ അപ്പനോട് മറ്റുള്ളവർ ചെയ്തതെല്ലാം അവൻ അങ്ങ് മറക്കും. और मनशे जब बुलाएंगे तो पिछले दिनों उसके पिता के साथ जो लोगों ने किया वो सब भूल जाएगा। ഓർത്തോണം, നിന്റെ ഓട്ടത്തിന്റെ ചൂട് കുറയ്ക്കുന്നവരാരാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോണം. और आज सुबह के समय इस बात को जान ले, आपकी दौड़ की गर्माहट को कम करने वाला कौन है, उनको जान ले। അത് വിശ്വാസിയായാലും സംഘടനകളായാലും നേതാക്കന്മാരായാലും ഒരു ദൈവ പൈതലിന്റെ ഓട്ടക്കളത്തിലെ സ്പീഡ് കുറയ്ക്കുന്നത് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങൾ ആത്മീയത്തിൽ കയറി വന്നോണം. और आपके विश्वासी है या कोई संगठन है, इस बात को जान ले और आपकी आत्मिक बातों में आप उन्नति प्राप्त करें। ഒരു നിമിഷം എല്ലാ ദൈവമക്കൾ ദൈവസ്ഥലിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു വചനം കൂടെ ഒന്ന് വായിക്കുന്നു. 10-ാം അധ്യായം 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. 10-ാം അധ്യായം 24-ാമത്തെ വാക്യം.
ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സ്വഭാവങ്ങളെ ഉപേക്ഷിക്കാതെ ആ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ ആ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അതാണ് അവരുടെ മൂന്നാമത്തെ പിന്മാറ്റം. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നു. और उनका तीसरा यही था कि वो कलीसिया को जो है उदासीनता से लेते थे. ഒന്നാമത്തെ പിന്മാറ്റം നാം കേട്ടു. കേട്ട വചനം ശ്രദ്ധയോടെ കരുതാൻ പറ്റാത്തത് സഭയുടെ ഒന്നാമത്തെ പിന്മാറ്റം. और पहला जो है पीछे हटने का कारण था कि जो वचन सुनते थे मन से ग्रहण नहीं करते थे. രണ്ടാമത്തെ പിന്മാറ്റം അവരോട് നല്ലതുപോലെ വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവർ മാന്യതയുള്ളവരായി മാറിയത് കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത അനുഭവത്തിന്റെ और പിന്മാറ്റം. दूसरी बात, उनको अच्छे से बताना है लेकिन वो समझते नहीं थे, ऊंचा सुनते थे. മൂന്നാമത്തെ എബ്രായ സഭയുടെ പിന്മാറ്റമാണ് സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കുന്ന പിന്മാറ്റം. और तीसरा था कि वो कलीसिया को जो उदासीनता से लेते थे. ഈ മൂന്ന് പിന്മാറ്റത്തിൽ നിന്ന് നമ്മുടെ സഭ പുറത്തു വരണം. और इन तीनों जो है पीछे हटने की अवस्था से हमारी कलीसिया നമ്മുടെ बाहर കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒരു നിമിഷം പകർന്നുകൊണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവേ, എവിടെയാണ് എൻ്റെ